ബലികുടീരങ്ങളെ എന്ന പാട്ടിന്റെ വൈബുള്ള ഒരു പാട്ട് പിന്നെന്താ ഒരു വിപ്ലവഗാനായിട്ട് ഇറങ്ങാത്തത്? ഒരു ചോദ്യമാ. ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ആരാണ്? അതാണ് തത്വമസി എന്ന മറുപടി ഉണ്ടായ ഉപനിഷത്തുണ്ടായത്. അപ്പൊ ഒന്നും കൂട്ടിയാൽ ഇമ്മണി വല്യൊന്ന് എന്ന് പറഞ്ഞ ബേപ്പൂര സുൽത്താനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. എല്ലാ രാക്ഷസന്മാരും ദൈവം വരം കൊടുത്തിട്ട് ഇടങ്ങാറാക്കിയവരാ. എന്നാ ഇത് കൊടുക്കാണ്ട് വെച്ചാ പോരെ. അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുതെന്ന്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 നൃത്തക്കാര് കറുത്തിട്ട. നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയ കൃഷ്ണൻ കറുത്തിട്ടല്ലേ, വെളുത്തിട്ട. നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിട്ട, കറുത്തിട്ടല്ലേ. ഇതേടുന്ന ഒരു അസത്യഭാമ വന്നെന്നറിയില്ല. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. ഇന്ന് രാവിലെ +2 കഴിഞ്ഞ എന്റെ മോൻ എന്നോട് പറയാ, അച്ഛാ ബലികുടീരങ്ങളെ എന്ന പാട്ടിന്റെ വൈബുള്ള ഒരു പാട്ട് പിന്നെന്താ ഒരു വിപ്ലവഗാനായിട്ട് ഇറങ്ങാത്തത്? ഒരു ചോദ്യമാ. +2 പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചതാ. ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചു, ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ആരാണ്? അതാണ് തത്വമസി എന്ന മറുപടി ഉണ്ടായ ഉപനിഷത്തുണ്ടായത്. ചോദ്യവും ഉത്തരവും ഇല്ല. വീട്ടിൽ നിന്ന് ചർച്ചയുണ്ടോ? ഇല്ല. മാഷ് പറഞ്ഞത് കേൾക്കാതെ അതിനെ തെറ്റിച്ചു പറഞ്ഞ ഒരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് പറഞ്ഞു 1 1 2. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു. 2 പുഴയും കൂടി ചേർന്നാ പിന്നെ 2 പുഴയല്ല, വലിയ പുഴയല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ 1 1 കൂട്ടിയാൽ ഇമ്മണി വല്യൊന്ന് എന്ന് പറഞ്ഞ ബേപ്പൂര സുൽത്താനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. മനസ്സിലായോ? മോന്റെ പേരെന്താ? വരദ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 7. എന്റെ സ്കൂളിൽ 1 2 3 എന്നുള്ള നമ്പറിൽ 1 വലുത് 2 വലുത്. 1 2 3 എന്നുള്ള നമ്പറില്ലേ, എണ്ണോ, അതിൽ 1 വലുത് 2 വലുത്, 1 2 വലുത് 2. എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 1ാമത്തെ ആളാരാ? 2ാമത്തോ ആരാ വലുത്? നീ അല്ലേ. അപ്പൊ 1 അല്ലേ വലുത്. അപ്പൊ സ്കൂൾ തുറന്ന ഉടനെ മാഷോട് പോയി ചോദിക്കണം, മാഷെ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളെത്തുമ്പോ 2 വലുത്. എന്താ അത്? അതിന് ഉത്തരം ഉണ്ടാകും. പക്ഷെ ചോദ്യം ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയും. എന്നറിയോ? ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകുന്നത് എങ്ങനെയാ? പാമ്പ് വിഴുങ്ങിയിട്ടാണോ? അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാവുന്നതാണ് സൂര്യഗ്രഹണം. എല്ലാ ക്ലാസ്സിലും അതല്ലേ പഠിപ്പിച്ച്? അങ്ങനെയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പിഴുങ്ങുന്ന പാമ്പുണ്ടോ പിന്നെ? എന്നാൽ നമ്മൾ എല്ലാ വീട്ടിലും കല്യാണത്തിന് രാഹുകാലം നോക്കുക. അതെന്ത് കാല? രാഹുകാലം ഗുളിക കാലം ഒന്ന് കലണ്ടർ കണ്ടിട്ടുണ്ടോ? ഗുളിക കാലം ഉള്ളതാ. രാവിലെ 1, ഉച്ചക്കര, രാത്രി 2 ഗുളിക കഴിക്കുന്ന കാലം. അതല്ലാതെ വേറെ ഒരു രാഹു ഈ പ്രപഞ്ചത്തിലില്ല. അറിയണം, കുട്ടികൾ അറിയണം. ഞാൻ അഥവാ ഇവിടെ തിരൂരല്ലേ, തുഞ്ചൻ പറമ്പും കുറേ ജ്യോതിഷികളെല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ വെല്ലുവിളിക്കുക, രാഹു എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ ലോകത്ത് എവിടെയും ഉണ്ടെന്ന് കാണിച്ചു തന്നെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ മാണ്ടേരി അംശം ദേശത്ത് എൻ്റെ പേരിലുള്ള 20 സെന്റ് സ്ഥലവും അതിലെ വീടും അവരെ പേരിൽ ഞാൻ റേഷായി കൊടുക്കും. ഒരു പൈസയും വാങ്ങാൻ. ഞാൻ സത്യം ചെയ്ത് പറയാം. രാഹുവിനെ കണ്ടുപിടിച്ചു തന്നാൽ ഉണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കുന്നവരെ രാഹുകാലം നോക്കിയിട്ടാ. അറിയോ? പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവും? ഒരുപാട് മൂഢധാരണകളുമായിട്ട് പോവുകയാണ്. എൻ്റെ നാട്ടിലെ സെബാസ്റ്റ്യൻ ചുമട്ടുതൊഴിലാളി, നല്ല പണിക്കാരനാണ്. ഒരു 5-6 മാസം മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തു. നല്ല മനുഷ്യൻ. എന്തിനാ ആത്മഹത്യ ചെയ്തു ആരും അറിയില്ല. ഞാൻ അവൻ്റെ കൂടെ പണിയെടുക്കുന്നവരോട് പോയി ചോദിച്ചു, അതെന്താ സംഭവം? ഒന്നും അറിയില്ല. 2 ആഴ്ചയായി അവൻ മെഴുകുതിരിയും വാങ്ങിയിട്ട് സ്ഥിരം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. എന്താ സംഭവം? ഭാര്യയോട് ചോദിച്ചു, മക്കളോട് ചോദിച്ചു, അവർക്കൊന്നും അറിയില്ല. ഒരു കുഴപ്പമില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, അവൻ സഹകരണ ബാങ്കിൽ നിന്ന് 50,000 ലോൺ എടുത്തിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് വാങ്ങി. 500 രൂപ ഒരു ടിക്കറ്റ്, 100 ടിക്കറ്റ് വാങ്ങി. എന്നിട്ട് ദിവസവും പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. ലോട്ടറി അടിച്ചപ്പോ റിസൾട്ട് വന്നപ്പോ കുറേ ടിക്കറ്റ് ഒന്നിച്ചെടുത്താൽ ചില്ലറ പൈസ കിട്ടുമല്ലോ. 1800 രൂപ കിട്ടി. 1800 രൂപ. ഈ ലോണ് തിരിച്ചടക്കാൻ കഴിയുന്നില്ല. ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ ആത്മഹത്യ ചെയ്തു. ഭാര്യയും മക്കളും അനാഥരായി. ഇവനെന്താ വിചാരിച്ചത്? ഇവന്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് കുറച്ച് മെഴുതിരി കൊണ്ട് കത്തിച്ചാൽ ഈ ദൈവം ലോട്ടറിന്റെ
നറുക്കെടുക്കുന്ന ഹാളിൽ പോയിട്ട് മിഷ്യനാ നറുക്കെടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവന്റെ നറുക്ക് തെറിപ്പിച്ചു കൊടുക്കുന്നതാണ്. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരു ദൈവത്തെ എനക്കറിയാം. നിങ്ങൾക്കറിയോ? ആ ദൈവത്തിന്റെ പേര് കിലിക്ക സിനിമയിലെ രേവതി എന്നാണ്. ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന കണ്ടില്ലേ? ഈ പണിയെടുക്കുന്ന ആളാണോ ദൈവം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ വിശ്വസിച്ചോളൂ. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ഒരു വരമാണ്. അല്ലാതെ ഈ പുരാണത്തിൽ കുറെ കഥയുണ്ട്. കാലിന്റെ മടമ്പ് കൊണ്ടുപോയിട്ട് കൊറോമിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കൂ കുറേ നേരം. അങ്ങനെ നിൽക്കുമ്പോ ദൈവം വരൂ, വരം കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ആളാവും കൊണ്ട് കെട്ടി ഏലണം. എല്ലാ രാക്ഷസന്മാരും ദൈവം വരം കൊടുത്തിട്ട് ഇടങ്ങാറാക്കി വരാ. എന്നാ ഇത് കൊടുക്കാണ്ട് വെച്ചാ പോരെ. ഈ വരം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ അവനവനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ടുണ്ട്, കേൾക്കാൻ നല്ല പാട്ടാ. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത വരന്ത വൃന്ദാവനന്ദാവനന്ദ. ഇവന് വരം മാത്രം പോരാ, ആകെ ഇപ്പോ 18 ഏക്കറേ ഉള്ളൂ വൃന്ദാവനം. അതിൽ 1/2 ഏക്കർ ഇവന് കൊടുക്കണം. വൃന്ദാവനന്ദാൻ. ഈ വരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജന്മം ഒരു വരമല്ലേ? ഒരു പക്ഷിക്കും മൃഗത്തിനും ഇപ്പോ ഭാസ്കര മാഷയുടെ മഞ്ഞേണി എന്ന പാട്ട് കേൾക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. അതൊരു വരല്ലേ? നമുക്ക് ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറ്, ആ തലച്ചോറ് ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു തന്നില്ലേ? അതൊരു വരല്ലേ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയൊട്ടിയല്ലേ? ഏറ്റവും ഉറപ്പില്ലാത്ത എല്ലുകൊണ്ട് പൊതിയാത്ത അവയവേതാന്നറിയോ? വയറ്. ഈ ചോറിനേക്കാൾ ഈ ചോറിനാ പ്രധാനം എന്ന് മനസ്സിലായോ? ഒരു കണ്ണ് മാത്രം എടുത്താൽ മനുഷ്യജന്മം എത്ര ഭാഗ്യമാണ്. ഈ കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും കൃഷ്ണമണി ചലിക്കുന്ന കൊണ്ടല്ലേ നൃത്തക്കാര് അഭ്യാസം കളിക്കുന്നത്. ഇനി സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് കണ്ണുകൊണ്ട് അഭ്യാസം കളിക്കാൻ പാടില്ല, കാരണം കറുത്ത ആള് നൃത്തം ചെയ്യാൻ പാടില്ല. അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുതെന്ന്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 നൃത്തക്കാര് കറുത്തിട്ട. നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയ കൃഷ്ണൻ കറുത്തിട്ടല്ലേ? വെളുത്തിട്ട. നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിട്ട, കറുത്തിട്ടല്ലേ? ഇതേടുന്ന ഒരു അസത്യഭാമ വന്നെന്നറിയില്ല. അപ്പൊ കണ്ണിന്റെ കൃഷ്ണമണി ചലിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇടത്തും വലത്തുള്ള ആളുകളെ കാണാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ ആലങ്കോടിനെ ഞാൻ കാണുന്നുണ്ട്, കാരണം എൻ്റെ കണ്ണങ്ങോട്ട് ചലിച്ചാൽ. ഈ ചലനശക്തി ഇല്ലെങ്കിൽ ടേബിൾ ഫാന് തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ? വേണ്ടേ? ഈ കണ്ണ് ദുർബലമായതുകൊണ്ട് നെറ്റിയുടെ എല്ല് കവിളെല്ല് ഉയർത്തി വെച്ചിട്ട് അതിന്റെ കുഴിയിൽ പിടിപ്പിച്ചു തന്നില്ലേ? എന്തെങ്കിലും വന്നടിച്ചാൽ കണ്ണിന് തകരാറ് വരാതിരിക്കാൻ. ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ 2 കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ? പുരികം പൊടി വീഴാതിരിക്കാനാ. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല. മനസ്സിലായിക്കൊള്ളു. അഥവാ എന്തെങ്കിലും പൊടി കണ്ണിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ? കൺപോള. നമ്മളിതാ കൈകൊണ്ട് തടഞ്ഞോ എന്ന് പറയുമ്പോഴേക്ക് പൊടിയങ്ങെത്തും. അഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ചീറ്റിയിട്ട് പൊടിയെ ഒലിപ്പിക്കാൻ കണ്ണീരുണ്ടായി തന്നില്ലേ? ചെവി ചുളുക്കി മടക്കി വെച്ചതെന്തിനാ? ശബ്ദതരംഗങ്ങൾ എവിടുന്ന് വന്നാലും കർണപുടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ, അല്ലാതെ പപ്പടം കാച്ചും പോലെ എണ്ണയിലിട്ടപ്പോ ചുളിഞ്ഞു പോയതല്ല. അതിന്റെ താഴെ മൃദുലമായ ഇറച്ചി കഷ്ണം കണ്ട. അതുപോലെ പെണ്ണുങ്ങളെ ഈ ജന്മം സുന്ദരമാണെന്ന് പറയാൻ കാരണം അത് എല്ലിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കാത് കുത്താൻ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടേ? എത്ര മൃദുലമാണ് നമ്മളെ കാത്, ആലോചിച്ചു നോക്കട്ടെ. വായൊക്കെ തൊട്ടു മേലെ മൂക്ക് ഫിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തിന്നുന്നത് കേട്ടതോ നാറുന്നതോ എങ്ങനെയാ മനസ്സിലാവുക? മൂക്ക് വേറെയെങ്കിലും ആണെങ്കിൽ കെട്ടത് തിന്നേണ്ടി വരൂലേ? ഇടി എത്തുമ്പൊക്കെ മണക്കുന്നില്ലേ? അയ്യോ ഇത് പോക്കാം. ഈ ജന്മം, ഈ മനുഷ്യജന്മം ഒരു വരമാണ്. അതിൻ്റെ അകത്തുള്ള തലച്ചോറിനെയും ഹൃദയത്തെയും വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളും വികാരവും വികസിപ്പിച്ചിട്ട് ഈ ലോകത്തെ നവങ്ങളായി സൃഷ്ടിക്കാനാണ് നിങ്ങൾ ഇവിടെ അയച്ചത്. അല്ലാതെ കുറെ തിന്ന് കിടന്നുറങ്ങി ടോയ്ലറ്റ് പോകാനല്ല. നമ്മുടെ വീടുകൾ അത്തരത്തിൽ മാറണം. നമ്മുടെ അടഞ്ഞ വാതികൾ തുറക്ക്, വീട്ടു വരാന്തയിലേക്ക് ഇറങ്ങ്,
പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കല്ല. ഇസ്രായേലിലെ പട്ടാളക്കാര് രാവിലെ ഉറക്കെളിഞ്ഞ ഉടനെ ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ട് അവർ പല്ലുവര ചെയ്യും. അതവരുടെ രാവിലത്തെ ദിനചര്യ. ഇപ്പോ പാവപ്പെട്ട കുട്ടികളെ കൊല്ലാൻ ആദ്യം മിസൈലിന് തീ കൊടുക്കും. നമ്മളെ വീട്ടിൽ എന്താ ആദ്യത്തെ പണി? 3 അടുപ്പ് ടിക്ക് ടിക്ക് 3 മിസൈലിന് തീ കൊടുക്കും, കത്തിക്കും. ഭക്ഷണം കഴിക്കാനുള്ള സാധനം. നമ്മൾ മുറ്റത്തിറങ്ങും. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ല്. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ല്. അല്ലേ യേശുദാസിന്റെ ഒരു പാട്ട്, ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. മണിക്കൂർ നേരം മുറ്റത്തെ പൂക്കളെ നോക്കി, പൂമ്പാറ്റിയെ നോക്കി, വഴിയിലൂടെ പോകുന്ന കിളികളെ നോക്കി, പൂച്ചക്കുട്ടിയെ നോക്കി, ഒന്ന് മക്കളോടൊത്ത് വർത്തമാനം പറഞ്ഞ് സഹനാവവതു ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് കയറിയ മതി കേട്ടോ. മനസ്സിനെ ഉണർത്തൂ, മനസ്സിനെ ഉണർത്തൂ. മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാട്. ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥന ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നുമല്ല. ആദ്യത്തെ പ്രാർത്ഥന ധിയോയോന പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ഉള്ളില് വെളിച്ചം വർദ്ധിപ്പിക്കുക. അത് സൗന്ദര്യം, നന്മ, സത്യാന്വേഷണം. ഇതാണ്. അതാ സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ്. അത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നവങ്ങളായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. തിന്നുന്ന മൃഗം മാത്രമാകല്ല, ചിന്തിക്കുന്ന ചിന്തയാണ് വളരേണ്ടത്.